Hi friends, welcome to Garam Masala, the magic spices of cooking. കാടമുട്ട റോസ്റ്റ്. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ കാടമുട്ട ഉപയോഗിച്ച് എങ്ങനെ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 8 മുതൽ 10 കാടമുട്ടയാണ് വേണ്ടത്. കാടമുട്ടയെ വേവിച്ച് ഷെല്ലെല്ലാം മാറ്റിയെടുക്കണം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 സവാള സ്ലൈസ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സവാളയെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. സവാള സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്പൈസ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ഒരു പ്ലേറ്റിലോട്ട് എടുക്കണം. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനെ നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സവാള റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പൈസ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ സവാളയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയെ മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഈ തക്കാളി ചെറുതായൊന്ന് കുക്കായി വന്നാൽ മതി. ഇത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഈ കാടമുട്ടയെ മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് 2 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് സ്പൈസി കാടമുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.